അമേരിക്കയിലെ H-1B വിസ ഉടമകൾ സ്റ്റാറ്റസിൽ വരുത്തുന്ന പിഴവുകൾ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തിയേക്കാം. ഒരുപക്ഷെ ഇത്തരം പിഴവുകൾ ട്രംപ് ഭരണകൂടം പുതിയതായി ഏർപ്പെടുത്തിയ $1 ലക്ഷം ഫീസിലേക്ക് വരെ വിസ ഉടമകളെ എത്തിച്ചേക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വിസ ഉടമകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇമിഗ്രേഷൻ അഭിഭാഷകയായ റബേക്ക ചെൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന H-1B വിസയുള്ളവർ അവരുടെ വിസ സ്റ്റാറ്റസ് കൃത്യമായി നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണെന്ന് അഭിഭാഷക പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. വിസ സ്റ്റാറ്റസിൽ ചെറിയ പിഴവുകൾ സംഭവിച്ചാൽ പോലും അമേരിക്കയ്ക്ക് പുറത്തുപോയി വീണ്ടും വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. ഇത് $1 ലക്ഷം അധിക ഫീസ് അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. ഈ ഫീസ് അമേരിക്കയ്ക്ക് പുറത്തു നിന്ന് H-1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കും സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട് രാജ്യം വിട്ട് വീണ്ടും വിസ നേടാൻ ശ്രമിക്കുന്നവർക്കും ബാധകമാണെന്നും അവർ വ്യക്തമാക്കി. ജോലിസ്ഥലം മാറുമ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ H-1B അപേക്ഷയിൽ ചേർക്കാത്തത് പലരും വരുത്തുന്ന ഒരു സാധാരണ തെറ്റാണെന്ന് അഭിഭാഷക പറയുന്നു. മുൻപ് ഇത്തരം തെറ്റുകൾ സംഭവിച്ചാൽ അമേരിക്ക വിട്ട് വിദേശത്തുള്ള കോൺസുലേറ്റ് വഴി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എളുപ്പത്തിൽ തിരികെ വരാമായിരുന്നു. എന്നാൽ പുതിയ നിയമങ്ങൾ കാരണം ഇത് വളരെ അപകടകരമായി മാറിയിരിക്കുന്നുവെന്നും അവർ അറിയിച്ചു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി തൊഴിലുടമകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അഭിഭാഷക പങ്കുവെക്കുന്നുണ്ട്. ജോലിയുടെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ ഇമിഗ്രേഷൻ അധികൃതരെ അറിയിക്കണം. പുതിയ ജോലി സ്ഥലങ്ങളോ വിദൂര ജോലിക്കുള്ള പുതിയ താമസ സ്ഥലങ്ങളോ മെട്രോപൊളിറ്റൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏരിയയിലാണെങ്കിൽ ജോലിയുടെ സ്വഭാവം, പദവി, ശമ്പളം എന്നിവയിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോലും H-1B അമെൻമെന്റ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ അനുസരിച്ചുള്ള വേതനം പലപ്പോഴും പാലിക്കണം. യഥാർത്ഥ ശമ്പളം ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതലോ തുല്യമോ ആയിരിക്കണമെന്നും അവർ വ്യക്തമാക്കി. ഓൺബോർഡിംഗ്, പേറോൾ, HR ടീമുകൾ എന്നിവ തമ്മിൽ നല്ല ഏകോപനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇമിഗ്രേഷൻ നിയമോപദേശം തേടാതെ ഒരു ലൊക്കേഷൻ മാറ്റവും സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കാൻ കഴിയൂ. H-1B വിസ പ്രോഗ്രാം അനുസരിച്ച് ശമ്പളമില്ലാത്ത സ്റ്റാറ്റസോ ജോലി സമയം കുറയ്ക്കുന്നതോ അനുവദനീയമല്ല. കോൺസുലാർ പ്രോസസ്സിംഗ് ഇല്ലാതെ തൊഴിൽ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുകയും അതുവഴി H-1B വിസ സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയും ചെയ്താൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് $1 ലക്ഷം ഫീസ് ഈടാക്കാൻ സാധ്യതയുണ്ടെന്നും അഭിഭാഷക പറഞ്ഞു. H-1B വിസ ഉടമകൾക്ക് 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് വളരെ വിലപ്പെട്ടതാണെന്നും അഭിഭാഷക ചൂണ്ടിക്കാട്ടി. H-1B സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടാലും ഈ 60 ദിവസത്തേക്ക് അമേരിക്കയിൽ നിയമപരമായി തുടരാം. ഈ സമയത്ത് B2, H4 അല്ലെങ്കിൽ F1 പോലുള്ള മറ്റ് സ്റ്റാറ്റസുകളിലേക്ക് മാറാൻ സാധിക്കും. ഇത് അമേരിക്കയിൽ നിയമപരമായി തുടരാനും പുതിയ ജോലി കണ്ടെത്താനും സഹായിക്കും. പുതിയ ജോലി ലഭിച്ച ശേഷം അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ H-1B അപേക്ഷ ഫയൽ ചെയ്താൽ $1 ലക്ഷം ഫീസ് ഒഴിവാക്കാമെന്നും അവർ വ്യക്തമാക്കി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.